ISL മൂന്നാം സീസണിന്റെ കലാശപ്പോരാട്ടത്തിന് അല്പസമയത്തിനകം പന്തുരുളും. കൊച്ചിയിൽ കന്നിക്കിരീടം ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബൂട്ടുകെട്ടുമ്പോൾ രണ്ടാം കിരീടമാണ് കൊൽക്കത്ത ലക്ഷ്യമിടുന്നത്. രണ്ടാം കിരീടത്തിനായി അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത പോരാടുമെന്നുറപ്പാണ്. വിനീതും റാഫിയും ബെൽഫോർട്ടും നാസോണും ആദ്യ 11-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11-ൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ആവേശ കൊടുമുടിയിലാണ് കൊച്ചി. സ്റ്റീവ് കോപ്പൽ എന്ന പരിശീലകൻ ഓതിക്കൊടുത്ത തന്ത്രങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിലേക്ക് കടത്തിയത്. ആദ്യ ജയം നേടാൻ 4ാം മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്ന ബ്ലാസ്റ്റേഴ്സ് പിന്നീട് കോപ്പലിന്റെ കീഴിൽ അത്ഭുതങ്ങൾ തീർത്തു. കിട്ടിയ വിഭവങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ തീർത്ത മജീഷ്യനാണ് സ്റ്റീവ് കോപ്പൽ. ഒരു ഘട്ടത്തിൽ ആരാധകർ പോലും കൈവിട്ട ടീമിനെ താഴെപ്പടിയിൽ നിന്ന് ഫൈനലിലേക്ക് കൈപിടിച്ചാണ് കോപ്പൽ ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ തീർത്തത്. ശരാശരിക്കാരുടെ ഒരു സംഘത്തെ ഫൈനലിലെത്തിക്കാൻ നടത്തിയ പരീക്ഷണങ്ങളാണ് സ്റ്റീവ് കോപ്പലിനെ ISLലെ തന്ത്രങ്ങളുടെ ആശാനാക്കിയത്. സൈഡ് ലൈനിനരികിൽ ശാന്തതയോടെ നിൽക്കുന്ന കോപ്പൽ തലകൊണ്ടായിരുന്നു മൈതാനത്തെ ആളുന്നത്. നിമിഷനേരങ്ങൾ മതിയായിരുന്നു കോപ്പൽ എന്ന പരിശീലകന് തന്ത്രങ്ങൾ മാറ്റിവരയ്ക്കാൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടാം പകുതിയിലായിരുന്നു സ്റ്റീവ് കോപ്പലിലെ തന്ത്രശാലി പുറത്തു ചാടിയത്. അതുകൊണ്ടായിരിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ മിക്ക ഗോളുകളും രണ്ടാം പകുതികളിൽ പിറന്നത്. സ്പാനിഷ് താരം ഹോസുവിനെയും ബെൽഫോർട്ടിനെയും കോപ്പൽ ഉപയോഗിച്ച രീതി കണ്ടാലറിയാം ഉള്ളതുകൊണ്ട് എങ്ങനെയാണ് ആ മനുഷ്യൻ ടീമിന്റെ ഘടനയെ മാറ്റിമറിച്ചതെന്ന്. മികച്ച വിംഗറായ ഹോസുവിനെ കോപ്പലിറക്കിയത് ഇടത് വിംഗ് ബാക്കായി. ഫലമോ ലീഗിലെ ഏറ്റവും മികച്ച ഇടത് വിംഗ് ബാക്കുകളിൽ ഒരാളായി ഹോസു മാറി. സ്ട്രൈക്കറായ കെവിൻ ബെൽഫോർട്ടിനെ വിംഗിൽ കളിപ്പിച്ചും കോപ്പൽ അത്ഭുതങ്ങൾ കാട്ടി. ഇംഗ്ലീഷ് ഫുട്ബോളിന്റെ പ്രിയ ശൈലിയായ 4-4-2 രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സിനെ കൂടുതൽ തവണയും കോപ്പലിറക്കിയത്. പ്രതിരോധത്തിന് വളരെ പ്രാധാന്യമുള്ള ഫ്ലാറ്റ് ശൈലിയിൽ ടീമിനെ നയിക്കാൻ കോപ്പലിനെ സഹായിച്ചത് കഠിനാധ്വാനികളായ ആരോൺ ഹ്യൂസും സിഡ്രിക് ഹെങ്ബട്ടുമാണ്. നിശബ്ദമായി വിപ്ലവം തീർത്ത സ്റ്റീവ് കോപ്പൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ സ്റ്റാർ. ഫൈനലിലും കാത്തിരിക്കാം ആശാന്റെ പുതിയ അടവുകൾക്കായി. സ്പോർട്സ് ഡെസ്ക്. വാർത്തകളിലേക്ക്. ദേശീയഗാന വിവാദത്തിൽ കമലിന് പിന്തുണയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയഗാന വിവാദം വർഗീയവൽക്കരിക്കാൻ ശ്രമം നടക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. ഈ അസഹിഷ്ണുത ഇവിടെ നടപ്പില്ല. കമലിന് സംഘപരിവാറിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും പിണറായി വിജയൻ കോഴിക്കോട് പറഞ്ഞു. കമലിന്റെ പേർ കമാലുദ്ദീൻ എന്നാണെന്ന് കേരളത്തിൽ പലരും അറിഞ്ഞതുപോലും സംഘപരിവാറുകാർ ആ പേര് അങ്ങനെ ഉച്ചരിച്ചപ്പോഴാണ്. പേരങ്ങനെ നീട്ടി പറഞ്ഞതിൽ വരെയുണ്ട് വർഗീയതയുടെ അസഹിഷ്ണുത. ഇത്തരം അസഹിഷ്ണുതകൾ ഇവിടെ പടർത്താമെന്ന് ആരും ധരിക്കേണ്ടതില്ല. കമലിന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സംഘപരിവാർ ഇറങ്ങേണ്ട ആവശ്യമില്ല. സംഘപരിവാറിനെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം കമലിനുമില്ല. രാജ്യത്ത് 500,000 രൂപ നോട്ടുകൾ പിൻവലിക്കുമെന്ന് മോദിയുടെ പ്രഖ്യാപനത്തിന് മാസങ്ങൾ മുൻപ് SBI മാസികയിൽ വന്നിരുന്നെന്ന് തെളിവ് സഹിതം ചൂണ്ടിക്കാണിച്ച മന്ത്രി തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അർദ്ധ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ഇക്കോർ ആപ്പിന്റെ 2016 ഏപ്രിൽ 7 ലക്കത്തിലാണ് ഡിമോണിറ്റൈസേഷനെക്കുറിച്ചുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചത്. രാജ്യത്തെ പ്രതിസന്ധിയിലെത്തി 500-ന്റെയും 1000-ന്റെയും നോട്ട് പിൻവലിക്കുന്നെന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ നോട്ട് പിൻവലിക്കലിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തായി എന്നതിന് പുതിയ തെളിവുകൾ. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ഇക്കോർ ആപ്പിൽ നോട്ട് പിൻവലിക്കലിനെ കുറിച്ച് പ്രസിദ്ധീകരിച്ചിരുന്നു. 2016 നവംബർ 8-നാണ് നോട്ട് പിൻവലിച്ചതെങ്കിൽ 2016 ഏപ്രിൽ 7 ലക്കത്തിലാണ് ഇക്കോർ ആപ്പ് വരാൻ പോകുന്ന നോട്ട് റദ്ദാക്കലിനെ കുറിച്ച് കറൻസി ഇൻക്രീസ് ആൻഡ് ഡിമോണിറ്റൈസേഷൻ എന്ന ലേഖനത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. നോട്ട് റദ്ദാക്കൽ നടപടി പരമരഹസ്യമായി സൂക്ഷിച്ച് നാടിന്റെ പുരോഗതിക്കായി നടപ്പിലാക്കിയെന്ന് പലരും പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പറയുമ്പോഴാണ് ഇത്തരമൊരു ലേഖനത്തെക്കുറിച്ച് ചർച്ച ഉയരുന്നത്. നവംബർ 8-ന് മുൻപ് ചിലയിടങ്ങളിൽ BJP നേതാക്കൾ പണം ഡെപ്പോസിറ്റ് ചെയ്തതിന്റെയും ഭൂമി ഇടപാട് നടത്തിയതിന്റെയും വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് നോട്ട് പിൻവലിക്കൽ തീരുമാനം നേരത്തെ തന്നെ പുറത്തായി എന്ന് ചൂണ്ടിക്കാട്ടുന്ന ലേഖനവും. എന്നാൽ വരാൻ പോകുന്ന നോട്ട് പ്രതിസന്ധിയെക്കുറിച്ചുള്ള വാർത്ത നേരത്തെ തന്നെ പുറത്തായി എന്നതിന് തെളിവാണ് ഇതെന്ന് ധനമന്ത്രി തോമസ് ഐസക് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. എന്തായാലും നോട്ട് പിൻവലിക്കൽ നടപടി നേരത്തെ തന്നെ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ. ന്യൂസ് ഡെസ്ക്. രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട കലാപവും കൊള്ളയും മരണവും കണക്കിലെടുത്ത നോട്ട് നിരോധന തീരുമാനം വെനസ്വേല താൽക്കാലികമായി റദ്ദ് ചെയ്തു. ഏറ്റവും ഉയർന്ന കറൻസിയായ 100 ബൊളിവർ പിൻവലിച്ച നടപടിയാണ് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോ റദ്ദ് ചെയ്തത്. വെനസ്വേലയിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപവും കൊള്ളയും മൂലം അടുത്ത ജനുവരി വരെയാണ് നോട്ട് നിരോധിക്കൽ തീരുമാനം നീട്ടിവച്ചിരിക്കുന്നത്.
കഴിഞ്ഞ ഞായറാഴ്ച നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിനു പിന്നാലെ വെനസ്വേലയിൽ വലിയ തോതിലാണ് അക്രമങ്ങൾ ഉണ്ടായത്. പല വ്യാപാര സ്ഥാപനങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ജനം തെരുവിലേക്കിറങ്ങുകയും ചെയ്തു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ക്രെഡിറ്റ് കാർഡുകളെയും ബാങ്കിലൂടെയുള്ള പണം കൈമാറ്റത്തെയും മാത്രം ജനങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വന്നു. ഭക്ഷണം വാങ്ങാൻ പോലും കഴിയാതെ ജനങ്ങൾ ബുദ്ധിമുട്ടിയതോടെയാണ് നടപടി താൽക്കാലികമായി മരവിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നടപടി കൈവിട്ടു പോകുമെന്ന് തോന്നിയതോടെയാണ് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ തീരുമാനം താൽക്കാലികമായി റദ്ദു ചെയ്തതായി പ്രഖ്യാപിച്ചത്. കള്ളക്കടത്ത് തടയാൻ ലക്ഷ്യമിട്ടായിരുന്നു നോട്ട് നിരോധനം. വിദേശത്തേക്ക് കറൻസി കടത്തുന്ന സംഘങ്ങളെ അടിച്ചമർത്താൻ നടപടി ഉപകാരപ്പെടുമെന്നും മഡൂറോ അവകാശപ്പെട്ടിരുന്നു. 100ന്റെ പൊളിവർ കറൻസികൾ മാഫിയ സംഘങ്ങൾ കടത്തിക്കൊണ്ടുപോയി കൊളംബിയയിലെ നഗരത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നുവെന്നും പ്രസിഡന്റ് ആരോപിച്ചിരുന്നു. രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് പോകുമെന്ന് കണ്ട് നോട്ട് പിൻവലിക്കൽ തീരുമാനം പിൻവലിച്ച മഡൂറോയെ കണ്ട് മോഡി എന്തു പാഠം പഠിക്കുമെന്നാണ് ഇന്ത്യൻ ജനത ഉറ്റുനോക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്. വാർത്തകളിലേക്ക്. പുതിയ കരസേനാ മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്തിനെ നിയമിക്കാനുള്ള തീരുമാനം വിവാദത്തിൽ. സീനിയോറിറ്റി മറികടന്നാണ് നിയമനം നടത്തുന്നതെന്നാണ് ആരോപണം. സായുധ സേനയിലും അടിച്ചമർത്തൽ നയമാണ് പ്രധാനമന്ത്രി സ്വീകരിക്കുന്നതെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇപ്പോഴത്തെ കരസേനാ മേധാവിയായ ജനറൽ ദൽബീർ സിംഗ് സുഹാഗ് ഡിസംബർ 31 വിരമിക്കുന്ന സാഹചര്യത്തിലാണ് ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്തിനെ പുതിയ മേധാവിയായി പ്രഖ്യാപിച്ചത്. പ്രഖ്യാപനം വന്നതിന് തൊട്ടുപിന്നാലെ വിവാദവും ആരംഭിച്ചു. സീനിയോറിറ്റി കൂടുതലുള്ള ലഫ്റ്റനന്റ് ജനറൽമാരായ പ്രവീൺ ബക്ഷിയെയും PM ഹാരിസിനെയും മറികടന്നാണ് ബിപിൻ റാവത്തിന് നിയമനം നൽകിയത് എന്നാണ് ആരോപണം. സായുധ സേന കിഴക്കൻ കമാൻഡിന്റെ കൊൽക്കത്ത ആസ്ഥാന തലവനായ ബക്ഷിയാണ് സീനിയോറിറ്റിയുടെ കാര്യത്തിൽ വിരമിക്കുന്ന ദൽബീർ സിംഗ് സുഹാഗിന് തൊട്ടുതാഴെ. രണ്ടാം സ്ഥാനത്ത് ദക്ഷിണ മേഖലാ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ PM ഹാരിസും. മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസാണ് സീനിയോറിറ്റി മറികടന്ന് നടത്തിയ നിയമനത്തെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയത്. കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മനീഷ് തിവാരി ട്വിറ്ററിലൂടെ കേന്ദ്രത്തിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ആഞ്ഞടിച്ചു. സേനാ മേധാവികളുടെ നിയമനത്തിൽ കഴിവിനും കാര്യശേഷിക്കുമാണ് പ്രാമുഖ്യം നൽകിയതെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. സേനാ മേധാവികളുടെ നിയമനത്തെ കോൺഗ്രസ് രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്ന് BJPയും ആരോപിച്ചു. 1983 ഇതിന് സമാനമായ സംഭവമുണ്ടായത്. അന്ന് സീനിയോറിറ്റി കൂടുതലുള്ള ജനറൽ SK സിൻഹയെ പരിഗണിക്കാതെ ജനറൽ AS വൈദ്യയെ കരസേനാ മേധാവിയായി നിയമിച്ചിരുന്നു. സേനയുടെ ആഭ്യന്തര കാര്യങ്ങളിലും നിയമനങ്ങളിലും പൊതുവെ രാഷ്ട്രീയ കക്ഷികൾ അഭിപ്രായ പ്രകടനം നടത്താറില്ല. എന്നാൽ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് നിയമനം കോൺഗ്രസ് ചോദ്യം ചെയ്തതോടെ കേന്ദ്ര സർക്കാരും ഇനി ചില കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. ദില്ലിയിൽ നിന്നും M. സന്തോഷ്. ഇന്ത്യൻ തപാൽ സർവീസിൽ ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിന് പ്രത്യേകത ഏറെയാണ്. ഒരുപക്ഷേ ദൈവത്തിന് ഭക്തന്മാർ കത്തയക്കുന്ന ഏക സ്ഥലവും ഇതാവും. എന്തായാലും നോട്ട് പ്രതിസന്ധിയിൽ സന്നിധാനത്തെ തൊഴിലാളികൾക്ക് ആശ്രയം കൂടിയാണ് ഈ തപാൽ ഓഫീസ്. രാജ്യത്ത് ദൈവത്തിന് തപാലെത്തുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യാൻ ക്ഷേത്രസന്നിധിയിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഏക തപാൽ ഓഫീസാണ് സന്നിധാനത്തേത്. രാജ്യത്തുടനീളമുള്ള അയ്യപ്പ ഭക്തന്മാർ അവരുടെ സന്തോഷവും വേദനയും കത്തിലൂടെ അയ്യപ്പനുമായി പങ്കുവയ്ക്കുന്നു. ഇന്ത്യൻ തപാൽ ഓഫീസുകളിൽ നിന്നും വ്യത്യസ്തമായ തപാൽ മുദ്രകൾ ഉപയോഗിക്കുന്നു എന്ന പ്രത്യേകതയും സന്നിധാനത്തെ തപാൽ ഓഫീസിനുണ്ട്. തീർത്ഥാടന കാലത്തെ 66 ദിവസവും വിഷുവിന് 10 ദിവസവുമാണ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം. മണ്ഡല മകരവിളക്ക് സമയത്ത് 66 ദിവസം ഇത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് 7 ദിവസം വർക്ക് ചെയ്യുന്ന ഏക പോസ്റ്റ് ഓഫീസാണിത്. അയ്യപ്പസ്വാമിയുടെ പേരിൽ മണിയുന്ന മണി ഓർഡറുകളും കത്തുകളും നമ്മൾ ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട്. കറൻസി വിനിമയത്തിൽ നിന്നും സന്നിധാനത്തെ തൊഴിലാളികളെ ഒരു പരിധിവരെ സഹായിച്ചിരുന്നതും അയ്യപ്പ സന്നിധിയിലെ ഈ ചെറിയ പോസ്റ്റ് ഓഫീസാണ്. വീട്ടിലേക്ക് പണമയക്കാനും മറ്റും സന്നിധാനത്തെ തൊഴിലാളികളുടെ ഏക ആശ്രയവും ഇവിടെയാണ്. രാവിലെ 7 മുതൽ രാത്രി 8 വരെയാണ് സന്നിധാനത്തെ തപാൽ ഓഫീസിന്റെ പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, ശബരിമല.